ഡീസൽ വണ്ടിയാണ് അല്ലേ? ഓക്കെ. ഇത് വണ്ടി 260 ചോദിക്കുന്ന 260 വില കുറച്ച് കൊടുക്കും അല്ലേ? ഓക്കെ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ ഇവിടെ കാണിക്കുന്ന ഈ വണ്ടികളുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കറക്റ്റ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പോൾ മൂപ്പര് പറഞ്ഞു തരും കേട്ടോ. ഇവിടെ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടാവും, ഓണർ, അതുപോലെ തന്നെ കിലോമീറ്റർ ഒക്കെ. അപ്പോൾ അടുത്ത എല്ലാ പ്രേക്ഷകർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ചെറിയ പൈസക്ക് വണ്ടി നോക്കി നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി എണ്ണിയാൽ തീരാത്തത്ര വണ്ടികൾ സ്റ്റോക്കുള്ള വലിയൊരു യാർഡാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുന്നത്. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ഉണ്ണിയേട്ടനാണ്. ഇതിന്റെ ഓണറാണ് ഉണ്ണിയേട്ടന്. എന്തൊക്കെയുണ്ട് ഉണ്ണിയേട്ടാ? പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് എന്തെന്ന് പറഞ്ഞാൽ, ഇവിടെ നിങ്ങൾ ഒരു 60,000 രൂപയുടെ വണ്ടി എടുക്കുകയാണെങ്കിൽ അതിൽ 30,000 രൂപ ലോൺ തരും. അതുകൂടാതെ നിങ്ങൾ 1 ലക്ഷം രൂപയുടെ വണ്ടി എടുക്കുകയാണെങ്കിൽ 50,000 രൂപ, ഒരു 70,000 രൂപ വരെ കൊടുക്കും അല്ലെ? 70,000 രൂപ വരെ ഫിനാൻസ് തരും. അപ്പോൾ നമുക്ക് നേരെ ഉണ്ണിയേട്ടനിലേക്ക് പോവാം. ഉണ്ണിയേട്ടാ, പിന്നെ ഇവിടുത്തെ എങ്ങനെയാണ് നിങ്ങൾ ഒരു കച്ചവടത്തിന്റെ ആ ഒരു ലെവൽ കാര്യങ്ങളൊക്കെ? ഞങ്ങൾ എല്ലാ വണ്ടികളും കൊടുക്കുന്നുണ്ട്. സൈക്കിള്, ഓട്ടോറിക്ഷ, എല്ലാം ഉണ്ട് അല്ലേ? ഞങ്ങൾ സെർട്ട് ഫിനാൻസും ചെയ്യുന്നുണ്ട്, ബാങ്ക് ഫിനാൻസും ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് കമ്പനി ഉണ്ട്, സൂര്യ എന്ന് പറഞ്ഞ അവർക്കും ചെയ്യുന്നുണ്ട്. ഓക്കെ. കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ ജില്ല, കോഴിക്കോടൊക്കെ ഓഫീസ് ഉണ്ട്. അല്ല, അവിടെ എല്ലാം ഫൈനാൻസ് വരെ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഒന്ന് കറക്റ്റ് ഒന്ന് ലൊക്കേഷൻ ഒന്ന് പ്രേക്ഷകരോട് പറയും. ഇവിടെ വളാഞ്ചേരി, കഞ്ഞിപ്പുരാണ്. കഞ്ഞിപ്പുരന്ന് മൂടാലി ബൈപ്പാസ്. കഞ്ഞിപ്പുര മൂടാലി ബൈപ്പാസിലാണ് സ്ഥാപനം ഉള്ളത്. ഞങ്ങളുടെ സ്ഥാപനത്തിന് കഞ്ഞിപ്പുരയിൽ ഹൈവേയിലുണ്ട്. അതിപ്പം റോഡ് ആയതുകൊണ്ട് ഓഫീസ് മാത്രമാണ് അവിടെ ഉള്ളത്. കുറച്ച് വണ്ടികൾ അവിടെ ഓഫീസ് മാത്രം, ഓഫീസുണ്ട്, വണ്ടികളും ഉണ്ട് അവിടെ. ഇവിടെ എല്ലാ വണ്ടികളും ഉണ്ട് കേട്ടോ. പിന്നെ 2 വീലർ, ഓട്ടോറിക്ഷ, ഗുഡ്സ് വണ്ടി, പിന്നെ ഒക്കെ ചെറിയ പൈസന്റെ വണ്ടികൾ അല്ല, ഒരു സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റിയ സാധാരണ വിലയിലുള്ള വണ്ടികളാണ് ഒക്കെ. അപ്പോൾ ഇവിടെ കാണിക്കുന്ന ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാനോ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിച്ചാൽ മതി. പിന്നെ ലോണ്, ഫിനാൻസ് കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവർക്ക് അതിൽ വിളിച്ച് ചോദിക്കാം. ഫിനാൻസ് ഉണ്ണിയേട്ടാ ഇത് പിന്നെ മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണോ അല്ല പുറത്ത്? മലപ്പുറം ഡിസ്ട്രിക്ട്, കോഴിക്കോട് ജില്ല, പാലക്കാട് ജില്ല ഒക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ താഴെയുള്ള നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതി. എന്ത് സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മൂപ്പര് പറഞ്ഞുതരും. അപ്പോൾ വണ്ടീനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിലും മൂപ്പര് പറഞ്ഞുതരും. ഓക്കെ. അപ്പോൾ നമുക്ക് ഓരോ വണ്ടികളായിട്ട് നമുക്ക് നോക്കാം. നേരെ വണ്ടിയിലോട്ട് പോകാം. ആൾട്ടോ കാറിൽ നമുക്ക് തുടങ്ങാം. ആൾട്ടോ കാർ എത്ര മോഡലാണ്? 2010 മോഡലാണ് അല്ലേ? ഓക്കെ. ഇത് വണ്ടി എന്ത് വണ്ടി? അത്യാവശ്യം 80%. ഓക്കെ. ഇത് AC പവർ സ്റ്റിയറിംഗ് LXI ആണ്. LXI ഓപ്ഷൻ വരുന്നത് അല്ലേ? ഓക്കെ. വണ്ടി വേറെ റീപ്ലേസ് കാര്യമായിട്ടൊന്നും ചെറിയ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സാധാരണ പിന്നെ ചെറിയ എന്തെങ്കിലും ബമ്പർ ഗിമ്പർ അങ്ങനെ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും അല്ലേ? ഈ ബോണറ്റൊക്കെ മാറിയിട്ടുണ്ടാവും? മാറിയിട്ടില്ല അല്ലേ? ഓക്കെ. വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. പിന്നെ 2010 മോഡലാണ്. ഇത് ഓട്ടോ ഒക്കെ എത്ര ഉണ്ടാവും? ഓട്ടോ 160 കാണിക്കുന്നത്. കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റൂല അല്ലേ? ഒരു 1 ചില്ലറൊക്കെ ഓടിയിട്ടുണ്ട്. പിന്നെ ഇതിന് നിങ്ങൾ എത്ര ചോദിക്കുന്നത്? 90 രൂപ. 90 രൂപയാണ് ചോദിക്കുന്നത് അല്ലേ? 2010 മോഡലാണ്, 90 രൂപയാണ് ചോദിക്കുന്നത്. ഇതിന് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ 60 രൂപ ലോൺ ചെയ്യാം. ഒരു 60,000 രൂപ ഫിനാൻസ് തരും. ഒരു 10-30 രൂപ ഉണ്ടെങ്കിൽ എടുക്കാം. നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് നിങ്ങൾ തന്നെ ചെയ്യുന്നല്ലേ ലോൺ? ഫിനാൻസ് വേണമെങ്കിൽ ഫിനാൻസ് ചെയ്യുന്നുണ്ട് അല്ല? ഓക്കെ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോട്ടോ. അടുത്ത നമുക്ക് ഒരു സ്വിഫ്റ്റ് കാർ നമുക്ക് പരിചയപ്പെടാം. 2009 വണ്ടിയാണ്. 5 വർഷത്തെ റിന്യൂവൽ എടുത്ത വണ്ടി. 2009 വണ്ടിയാണ്. ഇപ്പൊ റിന്യൂവലൊക്കെ പുതിയത് എടുത്തത്. ഇത് ഡീസൽ പെട്രോൾ? ഡീസൽ വണ്ടി. ഓപ്ഷൻ VDI ആണ്. ഓക്കെ. ഇത് വണ്ടി അങ്ങനെ മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ? മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ട്. വേറെ ചെറുതായിട്ട് എന്തെങ്കിലും ബോണറ്റ് ഒക്കെ ഒറിജിനൽ ബോണറ്റ് അല്ലേ? ഓക്കെ. ഇതൊക്കെ എത്ര ഓടിയിട്ടുണ്ടാവും? ഇതൊക്കെ ഒരു 150, 170 അത്രയൊക്കെ ഓടിയിട്ടുണ്ടാവും അല്ലേ? ഓക്കെ. ഇത് നിങ്ങൾ എത്ര ചോദിക്കുന്നത്? 180. 180 ആണ് ചോദിക്കുന്നത് അല്ലേ? വിലക്കെ കുറച്ച് കൊടുക്കും. ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. നെഗോഷ്യബിൾ അല്ലേ? ഓക്കെ. ഇവിടെ കാണിക്കുന്ന എല്ലാ വണ്ടികളും ചോദിക്കുന്ന വിലയല്ല കേട്ടോ. ഒക്കെ കുറച്ച് തരും, ഡിസ്കൗണ്ട് ഒക്കെ ചെയ്തു തരും. പിന്നെ ഇത് 180 ചോദിക്കുന്നത്. ഫിനാൻസ് ഒക്കെ എത്ര കൊടുക്കും? 110 ഫിനാൻസ് ചെയ്യാം. 110 ഫിനാൻസും ചെയ്യാൻ പറ്റും. ഒരു ഗ്രേ കളറിൽ വരുന്ന ഒരു ആൾട്ടോ 800 നമുക്ക് നോക്കാം. ഇത് എത്ര മോഡലാണ്? 2015 വണ്ടി. 2015 മോഡലാണ് അല്ലേ? ഓക്കെ. ഇത് അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ. ഉള്ളിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവറൊക്കെ പുതിയ ചെയ്തിട്ടുണ്ട്. ഇത് ഓപ്ഷൻ വരുന്ന LXI അല്ലേ? LXI ഓപ്ഷൻ ആണ് വരുന്നത്. 2015 മോഡൽ വണ്ടി. ഇത് ഏകദേശം എത്ര ഓടിയിട്ടുണ്ടാവും വണ്ടി? ഇതിലൊരു 95,000 കാണിക്കുന്നത്. 95 ഓടിയിട്ടുണ്ടാവും അല്ലേ? ഓക്കെ. വണ്ടി വേറെ മേജർ ആയിട്ട് ആക്സിഡന്റ് കാര്യങ്ങൾ തട്ടുമുട്ട് വർക്കൊന്നും ഇല്ലല്ലോ? ഒന്നും കാര്യമായിട്ടൊന്നും ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇവിടെ വണ്ടി നോക്കാൻ വരുന്നവർ ഒന്ന് ശരിക്കും ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. പിന്നെ അതിനുള്ള അവസരമൊക്കെ അല്ല ഇവരൊക്കെ ചെയ്തു തരും കേട്ടോ. നിങ്ങൾക്ക് എന്തൊക്കെ ചെക്ക് ചെയ്യണം എന്നുള്ളത് പറഞ്ഞാൽ മതി. അപ്പോൾ അവർ അതിനുള്ള സാഹചര്യം ഒരുക്കി തരും. ഓക്കെ. അപ്പോൾ ഇതിന് നിങ്ങൾ എത്ര ചോദിക്കണേ? 175 ആണ് ചോദിക്കുന്നത് അല്ലേ? 2015 മോഡലാണ്. LXI ആണ് ഓപ്ഷൻ വരുന്നത്. 90,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ചോദിക്കുന്നത് 175. ചെറുതായിട്ട് എന്തെങ്കിലും കുറച്ച് കൊടുക്കില്ല? ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്തു തരും. പിന്നെ ഫിനാൻസും അത്യാവശ്യം ഫുൾ കിട്ടുമോ? ഫിനാൻസ് ബാങ്ക് ലോൺ ആണെങ്കിൽ 150 വരെ ലോൺ ചെയ്യാം. ബാങ്ക് ലോൺ ആണെങ്കിൽ ലോൺ ആണെങ്കിൽ 120 ലോൺ ചെയ്യാം.
ഓക്കെ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോളി കേട്ടോ. അടുത്തത് ഒരു ആൾട്ടോ കാർ നമുക്ക് നോക്കാം. ആൾട്ടോ കാർ ഇത് മോഡൽ 2012 മോഡലാണ് അല്ലേ? ഓക്കെ. ഇത് AC പവർ LXi ആണ്. ഓക്കെ. മാക്സിമം എത്രയൊക്കെ ഓടിയിട്ടുണ്ടാവും? ഇതിലൊക്കെ ഒരു 2ന്റെ ഉള്ളിൽ ഓടിയിട്ടുണ്ടാവും. നല്ല ഓട്ടം ഉണ്ടാവില്ല വണ്ടി. ഇത് അത്യാവശ്യം ഒരു വർക്ക് കാര്യങ്ങളൊക്കെ ഇപ്പോൾ എടുക്കുന്ന ആൾക്ക് ചെയ്യേണ്ടി വരുമോ? എന്തെങ്കിലും കാര്യമായി ചില്ലറ വർക്കുകളൊക്കെ ഉണ്ടാവും. ചില്ലറ വർക്കൊക്കെ ചെയ്യാനുണ്ടാവും, അല്ലാതെ മേജറായിട്ട് വലിയ കാര്യം അല്ലേ? ഓക്കെ. ഇതിന് നിങ്ങൾ എത്ര ചോദിക്കുന്നത്? 1.20 ചോദിക്കുന്നുണ്ട്. വില കുറച്ച് കൊടുക്കും. പിന്നെ ലോൺ ഫിനാൻസ് ആവശ്യമുള്ളവർക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കും. അപ്പൊ അടുത്തതായി നമുക്ക് അടുത്തത് വരുന്നത് ഫോർഡ് ഫിഗോയാ? ഫോർഡ് ഫിഗോ ആണ്. അത് 2012 അല്ലേ? ഇത് ഡീസൽ പെട്രോൾ? ഡീസൽ വണ്ടിയാണ്. ഇത് ഏത് ഓപ്ഷൻ വരുന്നത്? ഇത് വീഡിയോ തന്നെ ഓപ്ഷൻ ഫുൾ വണ്ടി, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ ആണ്, ഡീസലാണ്. ഇതൊക്കെ അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന ഫോർഡിന്റെ ഫിഗോ അല്ല? ഇത് എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് 1.10 അല്ലേ? മോഡൽ എത്ര? നിങ്ങൾ 2012 ആണ്. എത്ര ഇതിന് ആസ്കിംഗ് പ്രൈസ്? 1.20 ആണ് ചോദിക്കുന്നത്. ഓക്കെ. ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിയാൽ കേട്ടോ. 1.20 ആണ് ചോദിക്കുന്നത്. വില നെഗോഷ്യബിൾ ആണ്. ഓക്കെ. അപ്പൊ ഫിനാൻസും തരും. അടുത്ത വണ്ടി നമുക്ക് ഒരു സ്വിഫ്റ്റ് കാർ നോക്കാം. സ്വിഫ്റ്റ് കാർ നല്ല സ്പോയിലർ ഒക്കെ നല്ല ചെയ്ത് കണ്ട് നല്ല ഒരു ലുക്ക് വണ്ടിയാണ്. 2008 മോഡൽ 9 റേസ് അല്ലേ? ഇത് ഡീസൽ പെട്രോൾ? ഡീസൽ വണ്ടിയാണ്. ഓക്കെ. വണ്ടി എന്ത് മേജർ ആയിട്ട് ആക്സിഡന്റ് കാര്യങ്ങൾ? ഓക്കെ. അതിനെത്ര നിങ്ങൾ ചോദിക്കുന്നത്? 1.85 ആണ് ചോദിക്കുന്നത് അല്ലേ? വില നെഗോഷ്യബിൾ ആണ്. ഓക്കെ. വില എന്നാൽ കുറച്ച് വരും. 1.85 ആണ് ചോദിക്കുന്നത്. അടുത്തതായിട്ട് നമുക്കൊരു എക്കോസ്പോർട്ട് ആണ്. അടുത്തതായിട്ട് നമുക്ക് ഒരു എക്കോസ്പോർട്ട് ടൈറ്റാനിയം വണ്ടിയാണ്. ഓക്കെ. ഡീസൽ അല്ലേ? എത്ര മോഡൽ? 2014 മോഡലാണ്. ഓക്കെ. വണ്ടി എന്ന് പറയുന്നത് വണ്ടി നല്ല വണ്ടിയാണ്, നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ? ഓക്കെ. അത് അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന വണ്ടി. ഡീസൽ ആകുമ്പോൾ കുറച്ച് മൈലേജ് ഒക്കെ കിട്ടും. ടൈറ്റാനിയം ഓപ്ഷൻ ആണ് വരുന്നത്. അത് മാക്സിമം എത്ര ഓടിയിട്ടുണ്ടാവും? അതില് 88,000 കാണുന്നുണ്ട്. 88,000 ഓടിയിട്ടുണ്ടാവും അല്ലേ? ഓക്കെ. അതിനെത്ര വില? 4.10 ആണ് ചോദിക്കുന്നത്. വില കുറച്ച് കൊടുക്കും. കസ്റ്റമർ വരികയാണെങ്കിൽ കുറച്ച് കൊടുക്കും. ഓക്കെ. അതിന് മാക്സിമം ഫിനാൻസ് എത്ര പൈസ ഇറക്കാൻ പറ്റും? 3 രൂപ ഫിനാൻസ് ചെയ്യാം. 1 ഉറുപ്പൊക്കെ ഇറക്കാൻ പറ്റും അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് ഒരു റിഡ്സ് കാർ നോക്കാം. 2015 മോഡൽ. നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ? ഓപ്ഷൻ വരുന്ന വീഡിയോ ഡീസലാണ്. ഇത് എത്ര ഓടിയിട്ടുണ്ടാവും? ഇതില് 1.40 കാണുന്നത്. 1.40 കാണുന്നുണ്ട്. പിന്നെ മേജറായിട്ട് ആക്സിഡന്റ് കാര്യമായിട്ടുള്ള ആക്സിഡന്റ് ഒന്നും കാണുന്നില്ല. ഇല്ലല്ലേ? ഓക്കെ. പിന്നെ അതിന് എത്ര ചോദിക്കണത്? അത് 3.10 ആണ് ചോദിക്കുന്നത്. വില കുറച്ച് കൊടുക്കൂല്ലേ? മാക്സിമം ഒരു 10-50 ഉറുപ്പിക ഉണ്ടെങ്കിൽ ലോൺ എടുക്കാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ 2015 മോഡൽ റിഡ്സ് ഡീസൽ വണ്ടിയാണ്. ഓപ്ഷൻ വരുന്ന വീഡിയോ ആണ്. ചോദിക്കുന്നത് 3.10 ചോദിച്ചാൽ 3.10 ആണ് ചോദിക്കുന്നത്. വില നെഗോഷ്യബിൾ ആണ്. അടുത്തതായിട്ട് നമുക്ക് ഒരു പെട്രോൾ വണ്ടിയാണ്. സ്വിഫ്റ്റ് ഡിസയർ VXi ഓപ്ഷൻ വരുന്നത്. ഓക്കെ. ഇതെന്ത് വണ്ടി കണ്ടീഷനാണ്. ഓക്കെ. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. നീറ്റ് വണ്ടി അല്ലേ? ഇതൊക്കെ എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് 1,00,000 താഴെയാണ് കാണിക്കുന്നത്. തന്നെ 1,00,000 താഴത്ത് ഓടിക്കണല്ലേ? എത്ര ചോദിക്കണത്? 1.60 ആണ് ചോദിക്കുന്നത്. വില നെഗോഷ്യബിൾ ആണ് അല്ലേ? അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിയാൽ കേട്ടോ. അടുത്തത് നമുക്കൊരു ഫിഗോ, ഫോർഡിന്റെ ഫിഗോ തന്നെ നമുക്ക് നോക്കാം. ഇത് ഓപ്ഷൻ വരുന്നത് ടൈറ്റാനിയം ആണ്. ഓപ്ഷൻ വരുന്നത് ഇത് പെട്രോളോ ഡീസലോ? ഡീസൽ വണ്ടിയാണ് അല്ലേ? ഓക്കെ. ഇത് ഏകദേശം എത്ര ഓടി? 2010 മോഡലാണ്. ഓക്കെ. എത്ര ഓടിയിട്ടുണ്ടാവും? 1.80 ഓടി. 1.80 ഉള്ളിലായിട്ടുണ്ട്. ഓക്കെ. 1.80 ഓടിയിട്ടുണ്ടാവും അല്ലേ? വണ്ടി ഇത് മേജർ വണ്ടി കുഴപ്പമില്ല, നല്ല വണ്ടിയാണ്. ഒന്നും ഉണ്ടാവില്ല അല്ലേ? തട്ടുമുട്ട് വരക്കൊന്നുമില്ല. വണ്ടി കുറച്ച് നീറ്റ് വണ്ടിയാണ്. 2010 മോഡൽ അല്ലേ? 10 മോഡലാണ്. ഇതിന് എത്ര ചോദ്യം? 90 രൂപ. 90 ഉറുപ്പാണ് ചോദിക്കുന്നത്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിയല്ലോ കേട്ടോ. അടുത്തതായിട്ട് നമുക്കൊരു ഇന്നോവ കാർ നോക്കാം. ഇത് 2008 കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടി അല്ലേ? 2008 മോഡലാണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഓപ്ഷൻ തന്നെ G4 അല്ലേ? G4 വണ്ടി എന്ത് പാട്? വണ്ടി കണ്ടീഷനാണ്. മാറിയിട്ടുണ്ട്. മെയിൻ ഗ്ലാസ് മാത്രമേ മാറിയിട്ടുള്ളൂ. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ. മെയിൻ ഗ്ലാസ് ആണ് റീപ്ലേസ്. പിന്നെ ഡോർ ഡിക്ക് പിന്നെ അതൊന്നുമില്ല. ബോണറ്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി അലോയ്സ് എക്സ്ട്രാ കയറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. വണ്ടി നല്ല അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ. ഒരു കാണാൻ തന്നെ നല്ല ലുക്കുള്ള വണ്ടിയാണ്. ഇത് എത്ര ചോദിക്കുന്നത് നിങ്ങൾ? 4.10. ഇതിന്റെ പുതിയ പേപ്പർ കാര്യങ്ങളൊക്കെ? പുതിയ പേപ്പർ. ഓക്കെ. ഓൾറെഡി നിങ്ങൾ എടുത്തു കൊടുക്കും അല്ലേ? ഓക്കെ. 2008 മോഡലാണ് ചോദിക്കുന്നത്. 4.10 ആണ്. വില കുറച്ച് കൊടുക്കൂലേ? ഓക്കെ. അപ്പോ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോളി കേട്ടോ. അടുത്തത് നമുക്ക് ഒരു സൈലോ, മഹീന്ദ്രന്റെ സൈലോ. ഇത് ഡീസൽ വണ്ടിയാണ്. ഇത് മോഡൽ എത്രയാണ്? 2010 മോഡലാണല്ലേ? ഇത് മാക്സിമം എത്ര ഓടിയിട്ടുണ്ടാവും? ഇതൊരു 1.80 2ന്റെ ഉള്ളിലായിട്ട് ഓട്ടം ഉണ്ടാവും അല്ലേ? വണ്ടി മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ അങ്ങനെ വലിയൊരു കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അത്യാവശ്യം കംപ്ലൈന്റ് കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. ചെക്ക് ചെയ്യാം. എത്ര കൊടുത്തത്? 1.60 കൊടുത്തല്ലേ? ഈ പോളോ വണ്ടി നോക്കാം. പോളോ ഇത് 2010 ഹൈലൈൻ പെട്രോളാ? ഡീസൽ വണ്ടിയാണ് അല്ലേ? ഓക്കെ. ഇത് വണ്ടി 2.60 ചോദിക്കുന്നത്. 2.60 ആണ്. വില കുറച്ച് കൊടുക്കും അല്ലേ? ഓക്കെ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ ഇവിടെ കാണിക്കുന്ന ഈ വണ്ടികളുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കറക്റ്റ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പോൾ മൂപ്പര് പറഞ്ഞു തരും കേട്ടോ.
ഇവിടെ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടാവും ഓണർ, അതുപോലെ തന്നെ കിലോമീറ്റർ ഒക്കെ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഫോർഡിന്റെ ഫിഗോ തന്നെ അല്ലേ, 2011. ഓക്കെ, 2011 മോഡൽ. ഇതും ഡീസൽ വണ്ടിയാണ്. ഡീസലാണ്. ഓക്കെ, ഇത് വണ്ടി എത്ര ഓടിയിട്ടുണ്ടാവും? അത് 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒന്നേ ഓടിയിട്ടുള്ളൂ അല്ലേ? വണ്ടി കാണാൻ കുറച്ച് വൃത്തിയുള്ള വണ്ടിയാണ്. ഓക്കെ, ഇതിന് എത്ര ചോദിക്കണേ? 1,20,000 ചോദിക്കുന്നത്. വില കുറച്ച് കൊടുക്കും അല്ലേ? ഓക്കെ, അപ്പൊ അടുത്തത് നമുക്ക് ഒരു നിസാന്റെ സണ്ണി, ഒരു ബ്ലാക്ക് കളറിലാണ് വരുന്നത് വണ്ടി. വണ്ടി എത്ര മോഡലാണ് ഇത്? 2012 മോഡലാണ്. ഓക്കെ, ഓപ്ഷൻ വരുന്നത് ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? ഡീസൽ വണ്ടി? ഡീസൽ വണ്ടിയാണ്. ഇത് എത്ര കൊടുക്കാം? ഇത് നമുക്കൊരു 2,60 കൊടുക്കാം. 2,60 കൊടുക്കാം അല്ലേ? അപ്പോൾ വില നെഗോഷ്യബിൾ ആണ്. പിന്നെ 2,60 ചോദിക്കുന്നത്, വില കുറച്ച് തരും. അടുത്തതായിട്ട് നമുക്കൊരു ഉണ്ടായിന്റെ i10. ഇത് കുറച്ച് നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഇത് എത്രയാണ്? ഇത് 2015 വണ്ടിയാണ്. 15 വണ്ടിയാണ്. ഓക്കെ, വണ്ടി എന്താ പറയുക? മേജർ ആക്സിഡന്റ് തട്ടുമുട്ട് പേർക്കൊന്നുമില്ല. നല്ല ഒരു വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. ഇതിന് 2,90 ചോദിക്കുന്നത് അല്ലേ? നോക്കാം. നാനോ കാർ ഒരു എത്ര മോഡൽ? 2013 മോഡലാണ് അല്ലേ? ഓക്കെ, ഇത് വണ്ടി എന്ത് പാട്? വണ്ടി കുഴപ്പമില്ല, 80% കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. നല്ല വണ്ടി അല്ലേ? ഒരു മെക്കാനിക്കൽ പരമായിട്ട് മെക്കാനിക്കൽ ഫുൾ ആണ് അല്ലേ? ഇതൊക്കെ എത്ര ഓടിയിട്ടുണ്ടാവും? ഇതൊക്കെ ഒരു 70,000 ഉള്ളിലായിട്ട് ഓടിയിട്ടുണ്ടാവും അല്ലേ? 2013 മോഡലാണ്. വേറെ തട്ടുമുട്ട് പരക്കൊന്നുമില്ല. വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടി. എത്ര ഇനി ചോദിക്കുന്നത്? 60,000 രൂപ. ഓക്കെ, 60,000 രൂപയാണ് ചോദിക്കുന്നത്. വില നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഇനിയും ഒരുപാട് വണ്ടികളുമായിട്ട് രണ്ടാമത്തെ എപ്പിസോഡിൽ ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ എൻഡാണ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ.